ഹായ് കൂട്ടുകാരെ, ഇന്ന് ഒരു പിള്ളേരൊക്കെ വീട്ടിലുള്ള ദിവസമാണ്. അപ്പം ഞാൻ കാലത്ത് തന്നെ ഹെന്നയൊക്കെ തലയിലിട്ടിട്ടാണ് അത് വൃത്തിയാക്കൽ കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന് കരുതിയത്. പക്ഷേ ഹെന്നയിട്ട് വന്നപ്പോഴേനും 11 മണി കഴിഞ്ഞു. അപ്പോൾ ഹെന്ന തലയിൽ വെച്ചുകൊണ്ടാണ് ചെയ്യണത്. ഒരു 3 മണിക്കൂറൊക്കെ വെക്കാമെന്ന് കരുതിയിട്ടാണ്. അതുകൊണ്ടാണ് തലയിൽ ഇങ്ങനെ ഒരു കാണുമ്പോൾ ഒരു എന്തോ പോലെ തോന്നുന്നു. നിങ്ങൾക്ക് ഹെന്ന ഇട്ടിരിക്കുന്നതാണ്. അപ്പോൾ അടുക്കളൊക്കെ ആകെ വൃത്തികേടായി കിടക്കുമായിരുന്നു. കാലത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞ് ചോറും കറിയൊക്കെ വെച്ച് അമ്മയാണ് വെച്ചത്. പിന്നെ ഞാൻ ക്ലീൻ ചെയ്യാമെന്ന് കരുതി. പിള്ളേരുള്ള കാരണം അങ്ങനെ ഓർഡറായിട്ടൊന്നും കാര്യങ്ങൾ നടക്കില്ല. അതുകൊണ്ട് പാത്രങ്ങളൊക്കെ കഴുകി ക്ലീൻ ചെയ്തു. അതിനിടയ്ക്ക് അപ്പു മോൻ വരുന്നുണ്ടായിരുന്നു, വന്ന് സഹായിക്കാനൊക്കെ കൂടി. അല്ലെങ്കിൽ ആ പരിസരത്ത് വരാത്ത ആൾക്കാരാണ്, ഭയങ്കര ബുദ്ധിമുട്ടൊക്കെ പറയുന്ന ആൾക്കാരാണ്. മോളും കൂടി എൻ്റെ കൂടെ ഓരോ കാര്യങ്ങൾ ചെയ്യാനൊക്കെ. അവർ ചിലപ്പോൾ സഹായിക്കും, മൂടനുസരിച്ചാണ്. ചിലപ്പോൾ സഹായിക്കില്ല. അവർക്ക് തോന്നണം. വിളിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ പരിസരത്തേക്കേ വരില്ല. അപ്പോൾ ഞാൻ അടുക്കളയൊക്കെ ക്ലീൻ ചെയ്ത് ഇട്ട് തുടക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ വിചാരിച്ചു അടുക്കള വൃത്തിയാക്കി ഇടാം, ബാക്കിയുള്ള സ്ഥലങ്ങളൊക്കെ വെറുതെ അടിച്ച് തുടച്ചിടാമെന്ന് കരുതി. ഓൾറെഡി വയ്യ, തലേദിവസം കൃപാസനത്തിലൊക്കെ പോയി വന്നാലും വയ്യ. അപ്പോൾ വീഡിയോ പിടിക്കാമെന്ന് പറഞ്ഞപ്പോൾ ആരാധ്യ മോളും കൂടെ കൂടി ഓരോന്ന് ചെയ്യാനൊക്കെ. അപ്പോൾ അടുക്കളയിൽ ജസ്റ്റ് സാധനങ്ങളൊക്കെ ഒന്ന് ഒതുക്കി എല്ലാം സെറ്റാക്കി വെച്ചു. അപ്പോൾ ഞാൻ അടിച്ചു വരാമെന്ന് പറയുമ്പോൾ അവരോട് ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ അടിച്ചു വരും, നീ തുടയ്ക്കും, നീ അടിച്ചു വരും, ഞാൻ തുടയ്ക്കാമെന്നൊക്കെ പറഞ്ഞിട്ട്. അവരടിച്ചാലും തുടച്ചാലും ഒന്നും വൃത്തിയാവൊന്നുമില്ല, എന്നാലും ഒരു സാറ്റിസ്ഫാക്ഷൻ അങ്ങനെ ചെയ്തോട്ടെ എന്ന് ഞാനും വിചാരിച്ച് അങ്ങനെ സാധനങ്ങളൊക്കെ ഒതുക്കി വെച്ച് അവരും കൂടെ കൂടിയ കാരണം പെട്ടെന്ന് കുറച്ചും കൂടെ സ്പീഡായിട്ട് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ചില കാര്യങ്ങളൊക്കെ നമുക്ക് ഇരട്ടി ബുദ്ധിമുട്ടാണെങ്കിലും കുട്ടികളെ വീട്ടിലെ കാര്യങ്ങളൊക്കെ ചെയ്യാനും വൃത്തിയാക്കാനൊക്കെ സഹായിക്കുന്നത് എൻ്റെ ചെറുപ്പകാലത്തൊക്കെ ചെയ്തിരുന്നു. ഇപ്പോൾ ഒക്കെ പിള്ളേരെ നമ്മൾ ഒരു കാര്യം ചെയ്യാനോ പണിയെടുക്കാനോ എന്തെങ്കിലും ചെയ്യാനൊന്നും അവരെ ബുദ്ധിമുട്ടിക്കുന്നില്ല. പക്ഷേ ഇപ്പോഴത്തെ ജനറേഷൻ അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. അതിനുശേഷം ഞാൻ എന്ത് ചെയ്തു, കടലമാവ് മുഖത്തിടാറുണ്ട്. അപ്പം എനിക്കത് ഭയങ്കര എഫക്റ്റായിട്ട് തോന്നിയിട്ടുള്ളൊരു സാധനമാണ്. കടലമാവ് ഞാനും ഇട്ട് മോൾക്ക് ഇട്ട് കൊടുത്തു. അത് കഴിഞ്ഞ് അടുക്കള അടിച്ച് വാരി ഒന്ന് തുടച്ച് വൃത്തിയാക്കി. മോള് കുറച്ച് തുടച്ചു, അത് കഴിഞ്ഞിട്ട് ബാക്കി ഞാൻ തുടച്ചു. കാരണം അവൾ തുടച്ച് കഴിഞ്ഞാൽ ശരിയാവില്ല. അത് കഴിഞ്ഞ് ഞങ്ങൾ ടി വി ഒക്കെ ഇരിക്കുന്ന ഫ്രണ്ട് ഭാഗത്തേക്ക് പോയി. അവിടുത്തെ അവരെല്ലാം വലിച്ചു വാരിയിട്ടേക്കാണ്. ഒക്കെ ഞാൻ ഒതുക്കി പറക്കി എടുത്തുകൊണ്ട് പോകാനൊക്കെ പറഞ്ഞ് അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ പറയുന്നുണ്ട്. അവരെടുത്തുകൊണ്ട് പോയി അവരുടെ സാധനങ്ങളൊക്കെ റൂമിൽ അവിടെയൊക്കെ ഷെൽഫിലൊക്കെ കൊണ്ടുപോയി വെച്ചു. ഞാനും ഒതുക്കാനൊക്കെ കൂടി. എന്നിട്ട് ഡൈനിങ് ഹാളിലേക്ക് വന്നു. അവിടെ ഇതുപോലെ പിള്ളേരെന്ന് പറഞ്ഞാൽ പോരാ, എന്ത് സാധനമാണെങ്കിലും അവിടെ എവിടെയും വലിച്ചു വാരി ഇങ്ങനെ ഇടും. അവരും കൂടി. അപ്പം ഞാനൊരു സൈഡിൽ നിന്ന് അടിച്ചു വരാൻ തുടങ്ങി. അല്ലെങ്കിൽ തീരില്ല. എനിക്കാണെങ്കിൽ വയ്യാത്തത് കൊണ്ടും ഭയങ്കര ഒരു വയ്യ, ജലദോഷം പനിയൊക്കെ ഉണ്ട്. പിന്നെ യാത്രയും കൂടെ ചെയ്തതിൻ്റെ ക്ഷീണം കൂടിയൊക്കെ ആയ കാരണം ഞാൻ എന്ത് ചെയ്തു, ഞാൻ പതുക്കെ ഒരു സൈഡിൽ നിന്ന് അടിക്കാൻ തുടങ്ങി. അപ്പം മോള് വന്നിട്ട് കസേര ഇതൊക്കെ മാറ്റി തരുന്നുണ്ട്. അതൊക്കെ മാറ്റി തരണാനെ കുറച്ചുകൂടെ സൗകര്യം ഉണ്ടല്ലേ. നമ്മൾ തന്നെ ഇത് മാറ്റിയൊക്കെ ചെയ്യുമ്പോൾ ഒരു ബുദ്ധിമുട്ടാണ്, ഇരട്ടി സമയമെടുക്കും ചെയ്യാനൊക്കെ. അത് കഴിഞ്ഞിട്ട് അടിച്ച് വാരി കൂട്ടി അതൊക്കെ വാരി കൊണ്ടുപോയി കളഞ്ഞിട്ട് തുടയ്ക്കാനായിട്ടുള്ള പരിപാടി നോക്കി. അപ്പോൾ അവർ തുടയ്ക്കാനായിട്ട് അവർക്ക് കൊടുക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം ഞാൻ അവരുടെ എന്താ പറയുക, ഇത് പരിഗണിച്ച് ഞാൻ അങ്ങോട്ട് തുടയ്ക്കാനായിട്ട് അവർക്കും കൂടെ കൊടുക്കാമെന്ന് കരുതി. അല്ലെങ്കിൽ ഇങ്ങനെ രണ്ടുപേരും ഇടയിൽ കൂടെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ തുടയ്ക്കും, എനിക്ക് തുടയ്ക്കാൻ തരണം എന്നൊക്കെ പറയുന്നുണ്ട് ഇടയിൽ കൂടെ. അതിൻ്റെ ഇടയ്ക്ക് അപ്പം അങ്ങനെ മൊത്തം അടിച്ചു വാരൽ ഒരു സൈഡിൽ ഒതുങ്ങി. അടിച്ചു വാരി കൂട്ടി വാരി കളഞ്ഞു. അടുത്ത് തുടയ്ക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുകയാണ്. അതൊക്കെ എടുത്ത് തുടയ്ക്കാൻ തുടങ്ങി. അപ്പോൾ ആരാധ്യ എൻ്റെ അടുത്ത് വഴക്ക് കൂടിക്കൊണ്ടിരിക്കുകയാണ്, തുടയ്ക്കാൻ കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് പിന്നാലെ നടക്കുകയാണ്. അവസാനം ഞാൻ തുടയ്ക്കാൻ കൊടുത്തു. എന്നിട്ട് ഞാനൊരു സൈഡിൽ പോയി ഇരുന്നു. കാരണം ഇങ്ങനെ പെരുപിരുന്ന് പറഞ്ഞുകൊണ്ടിരിക്കും തുടയ്ക്കാൻ കൊടുക്കുന്നുണ്ട്. അപ്പം അവരുടെ തുട കഴിയുമ്പോൾ ഒരു 50% ക്ലീൻ ആവില്ല. അത് കഴിഞ്ഞിട്ടപ്പോൾ ഞാൻ തുടയ്ക്കാമെന്ന് എഴുതി ഒന്നും കൂടെ. പുള്ളിക്കാരി തുടയ്ക്കണൊക്കെ ഞാൻ നോക്കി. എന്നിട്ട് ശരിയായി മടുത്ത് പുള്ളിക്കാരി കുറച്ച് കഴിഞ്ഞപ്പോഴും വെച്ചേച്ചും പോയി. അപ്പം ഞാനെടുത്ത് തുടച്ചു. അവരതിലേ കൂടെ നടക്കുന്നുണ്ടായിരുന്നു. വേഗം തുടയ്ക്കൽ പരിപാടിയൊക്കെ അവസാനിച്ചു. ഇപ്പോഴും അടുക്കളയും ഹാളും ഡൈനിങ് ഹാളും മാത്രമായിട്ടുള്ളൂ കേട്ടോ അടിക്കലും തുടയ്ക്കലും. ഇനി റൂം കിടക്കുകയാണ്. അപ്പോൾ ഇനി ഞാൻ മടുത്തു. ഞാൻ എന്ത് ചെയ്തു, ഇനി റൂം ജസ്റ്റ് അടിച്ച് വാരിയിടാമെന്ന് കരുതി. അടുത്ത ദിവസം ഏതെങ്കിലും ഒരു റൂം നല്ല ഡീപ്പായിട്ട് ക്ലീൻ ചെയ്യാമെന്ന് കരുതി റൂം അടിച്ച് വാരിയിടാനായിട്ട് പോയി. കണ്ടില്ലേ, ബാഗൊക്കെ എടുത്ത് എറിഞ്ഞേക്കാണ്. ഇപ്പുറത്തെ റൂമിൽ വന്നപ്പോൾ ഒരാൾക്ക് കിടക്കാൻ വേണ്ടിയിട്ട് 5-8 വിരിയും പുതപ്പൊക്കെ അതെല്ലാം കൂടെ മടക്കി എടുത്ത് സെറ്റാക്കാൻ അവരും കൂടി. ഞാനത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അലമാരി ഇങ്ങോട്ട് നീക്കിയിട്ടുണ്ടായിരുന്നു ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ അത്
സമയം കിട്ടിയില്ല റെഡിയാക്കാനൊന്നും. അപ്പോൾ അവിടെ അലമാരിയുടെ ആ ഭാഗം കൂടെ അടിക്കണം. ഭയങ്കര പൊടിയാണ്, അതുകൊണ്ട് കിടക്കെടുത്ത് മടക്കി വെച്ചിട്ട് അലമാരിയുടെ ആ ഭാഗമൊക്കെ അടിച്ച് വാരി റെഡിയാക്കി എടുത്ത് അലമാരി നീക്കിയിടാന്ന് ഇങ്ങനെ വിചാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ അപ്പോൾ വന്നിട്ട് ഞാൻ നീക്കാമെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. പക്ഷെ ഞാൻ നീക്കിയിട്ടു. നല്ല വെയിറ്റ് ഉണ്ട് അലമാരി. എന്നിട്ട് അവൻ വന്ന് കുറച്ചൊന്ന് തള്ളിയിട്ട് ഞാൻ നീക്കിയിട്ടെന്നൊക്കെ പറഞ്ഞിട്ട് പോയി കേട്ടോ. ഇനി വേഗം ആ റൂമൊക്കെ അടിച്ച് വാരി സെറ്റാക്കി. അതിന് ഇടയിൽ ഞാൻ പോയിട്ട് മുഖം കഴുകിയാൽ മോളുടെ മുഖം കഴുകി കൊടുത്തായിരുന്നു. അതിങ്ങനെ കടലമാവ് വലിയുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ വിശപ്പിൻ്റെ വിളിയായി കാരണം വേഗം പോയി ചോറെടുത്തുകൊണ്ട് ഒരാൾ ടി വി കാണണമെന്ന് പറഞ്ഞാൽ അവിടെ പോയിരുന്ന് കഴിച്ച്. അപ്പോൾ ഞാനും മോളും കൂടെ ഡൈനിങ് ടേബിളും ഇരുന്നു. അപ്പോൾ ഞങ്ങളിങ്ങനെ ആനിവേഴ്സറിക്ക് ഉണ്ടെന്ന് സ്കൂളിൽ, അത് കാരണമാണ് അവർക്ക് ക്ലാസ്സില്ലാത്തത്. ആനിവേഴ്സറിക്ക് പോകണോ വേണ്ടയോ എന്നുള്ള ചർച്ചയിലാണ്. അപ്പോൾ എനിക്കാണെങ്കിൽ വയ്യാത്ത കാരണം വലിയ ഇൻട്രസ്റ്റ് ഒന്നുമില്ല, പോകാനുള്ള ഒരു താല്പര്യമൊന്നും ഞാൻ കാണിക്കണില്ല. അപ്പോൾ അവൾ പറയുന്നത് എനിക്ക് കൺഫ്യൂഷനാണ്, ടോസ് ഇട്ട് നോക്കാമെന്ന് പറഞ്ഞ് ടോസൊക്കെ ഇട്ട് നോക്കിയപ്പോൾ പോകണം എന്നാണ്. അവസാനം 3 മണിയായി ഈ പരിപാടിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ. അപ്പോൾ ഞാൻ വിചാരിച്ച് ഇപ്പോൾ ഉച്ച സമയമാണ്, എന്നാലും കുളിപ്പിക്കണം മോശം അറിയാം, എന്നാലും തലയിൽ എണ്ണയൊക്കെ തേച്ച് കുളിപ്പിക്കാമെന്ന് വിചാരിച്ച്. വൈകുന്നേരം ട്യൂഷനും പോകണം, അത് കഴിഞ്ഞിട്ട് ആനിവേഴ്സറിക്കും പോകണമല്ലോ. അപ്പോൾ പിന്നെ എന്തായാലും നേരത്തെ കുളിക്കാമെന്ന് കരുതി. അങ്ങനെ അവൻ മടിയനാണ്, അവൻ എണ്ണയും തേക്കാൻ കൂടത്തില്ല. അവനെയൊക്കെ എണ്ണ തേപ്പിച്ച് വേഗം കുളിപ്പിച്ച് കൊണ്ടുവന്ന് ഞാൻ കുളിക്കാൻ പോയ ഗ്യാപ്പിന് അവർ ടി വി കാണായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ വന്ന് എൻ്റെ ഹെന്നയിട്ടുള്ള മുടിയുള്ള ഒരു കോലാണ് കാണിച്ചു തരാൻ വേണ്ടി മോളാണ് ആ വീഡിയോ എടുത്തിരുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഹെന്നയിട്ട് കഴിഞ്ഞാൽ മുടിക്കൊരു സോഫ്റ്റ്നെസ് പോലെയൊക്കെ തോന്നും. അത് മോളാണ് ബാക്കിൽ നിന്ന് വീഡിയോ. അത്ര ക്ലിയറൊന്നുമല്ല, ഡാർക്ക് ഡ്രസ്സും കൂടെ ആയ കാരണം മനസ്സിലാവണമില്ല. അത് കഴിഞ്ഞ് ഇവരെ ട്യൂഷനൊക്കെ വിടണമല്ലേ. അപ്പം ഞാൻ അങ്ങനെയൊക്കെ ആലോചിച്ചിരിക്കുകയായിരുന്നു. പിന്നെ ലുഡോ കളിക്കാനായിട്ട് കുറച്ച് നേരം ചെല്ലുമെന്ന് ചോദിച്ചാൽ അവരുടെ കൂടെ പോയി ലുഡോ കളിക്കാനിരുന്ന് പാതിക്ക് വെച്ച് വഴക്കൂടി അവസാനിപ്പിച്ചു. എന്തായാലും ലുഡോ കളിക്കാനായിട്ട് 3 പേരും കൂടി ഇരുന്നാൽ മുട്ടനടിയാവും. ലാസ്റ്റ് ഞാനത് നിർത്തി പോന്നു, വലിയ അടിയാവണേ കഴിഞ്ഞു മുന്നേ. അത് കഴിഞ്ഞ് പതുക്കെ ഇവരെ ട്യൂഷന് വിടണം. അപ്പോൾ അതിന് സമയമായില്ല എന്ന് ഞാൻ വിചാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ചായക്ക് എന്തെങ്കിലും കടി ഉണ്ടാക്കാമെന്ന് കരുതിയപ്പോൾ ഇങ്ങനെ തുടങ്ങിയപ്പോഴാണ് ആരാധ്യമോള് പറയണത് സമയം 4:30 കഴിഞ്ഞ് 5 മണിക്കാണ് ട്യൂഷൻ. അപ്പോൾ ഞാൻ വേഗം വെള്ളം ചൂടാക്കി കോഴിക്കോട്ട ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചത്. ഉണ്ടയ്ക്കകത്ത് ഇങ്ങനെ ശർക്കരയും തേങ്ങയൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ഉണ്ട പോലെ ആവില്ല, ആവിയിൽ പുഴുങ്ങിയെടുക്കുമല്ലോ, അതുണ്ടാക്കാമെന്ന് വിചാരിച്ച് വെള്ളം ചൂടാക്കാൻ വെച്ച്. അപ്പോൾ ഞാൻ ഇത് തേങ്ങ ചിരകി വെച്ചിട്ട് പോകാം, തിരിച്ച് വന്നിട്ട് അവരെ കൊണ്ടാക്കിയിട്ട് തിരിച്ച് വന്നിട്ട് ബാക്കി പണികളൊക്കെ ചെയ്യാമെന്ന് കരുതിയിട്ട് അത്രയും കാര്യങ്ങൾ ചെയ്തിട്ട് പോയി വെള്ളം ചൂടാക്കാൻ വെച്ച്. അപ്പോൾ ഇനി അവരുടെ അടുത്ത് ഞാൻ പറയുന്നുണ്ട് പോയിട്ട് റെഡി ആവാനായിട്ട്, ട്യൂഷന് പോകാനായിട്ട്. അവർ അതിൻ്റെ ഇടയ്ക്ക് വഴക്കൂടാനൊക്കെ നിൽക്കുന്നുണ്ട്, ഒച്ചയൊക്കെ ഞാൻ കേൾക്കുന്നുണ്ട്. അപ്പം ഞാൻ ഇടയ്ക്ക് പറയുന്നുണ്ട് കേട്ടോ അത് ഇരിക്കുന്നുള്ളതൊക്കെ. അപ്പോൾ മോൻ ബാഗൊക്കെ റെഡിയാക്കി വെച്ചു എന്ന് പറഞ്ഞിട്ട് അവൻ വന്നു. എന്നിട്ട് ഞാൻ വേഗം അരിപ്പൊടിയൊക്കെ ഇട്ട് കുഴച്ചും വെച്ച് തേങ്ങയും ചിരകി വെച്ചിട്ട് പോകാനുള്ള സമയമുണ്ടെന്ന് ഞാൻ വിചാരിച്ച്. അപ്പോൾ ഇവർ വഴക്കൂടണതാണ് ഇടയ്ക്കിടയ്ക്ക് ഞാൻ അങ്ങോട്ട് നോക്കണത്. ഭയങ്കര ഒച്ച കേൾക്കുന്നുണ്ട് അവിടെ നിന്ന് വഴക്കൂടണതേ. അവസാനം ഞാൻ കുഴയ്ക്കാൻ തുടങ്ങി. ചൂടുവെള്ളം ഇട്ട് കുഴയ്ക്കൽ എനിക്ക് തീരെ ഇഷ്ടമില്ലാത്ത പരിപാടിയാണ്, കൈ പൊള്ളും. സ്പൂണിട്ട് വേഗം കുഴച്ച് കൈയിട്ട് കുഴയ്ക്കാൻ തുടങ്ങിയപ്പോഴും നല്ല ചൂടുണ്ടായിരുന്നു. അപ്പോൾ അവരവിടെ വഴക്കൂടാണ്, ബാഗ് എടുത്ത് വെക്കാനായിട്ടുള്ള വഴക്കാണ്. അവസാനം ഞാൻ പോയി എത്തി നോക്കേണ്ടി വന്നു. പോയി നോക്കിയപ്പോഴും വഴക്കൊക്കെ നിർത്തി. പിന്നെ ബാഗൊക്കെ റെഡിയാക്കി വെച്ച് എന്നിട്ട് ഞാൻ തേങ്ങയൊക്കെ ചിരകിയിട്ട് പോകാനായിട്ട് നിൽക്കുന്നു. അത് കഴിഞ്ഞ് തിരിച്ച് വരുമ്പോൾ അവർക്ക് ചായ കൊടുക്കാമെന്ന് കരുതി. കാരണം അവർ ഇടയ്ക്ക് കുളി കഴിഞ്ഞപ്പോൾ മിച്ചർ കഴിച്ചിട്ടുണ്ടായിരുന്നു, അത് കാരണം. പിന്നെ ബാഗ് എടുത്തു. അപ്പൂനെ വിളിച്ചിട്ടാണെങ്കിൽ കാണാനേ ഇല്ല. അവനെ വിളിച്ച് ഓളിട്ടിട്ടാണ് വന്നത്. പിന്നെ ലാസ്റ്റ് ബാഗ് എടുത്ത് പോവുകയാണ്. ഇപ്പോൾ ഒരുമിച്ച് ഇറങ്ങിയത്. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ അവർ ഫ്രണ്ടിൽ പോയി, ഞാൻ ഏറ്റവും ബാക്കിൽ പോയി. എനിക്കാണെങ്കിൽ നടന്നിട്ട് നീങ്ങണമില്ല. ഇവരാണെങ്കിൽ വേഗം നടക്കുക, ഭയങ്കര സ്പീഡിൽ നടക്കുക. എനിക്കിവിടുത്തെ സ്ഥലങ്ങളൊക്കെ ഇഷ്ടമാണ്, നിറയെ മരങ്ങളും ഇതൊക്കെയായിട്ട് പച്ചപ്പൊക്കെ ഉണ്ട്. പോണ വഴിക്ക് തോടൊക്കെ ഉണ്ട്. അത് പിന്നെ ഒരു ദിവസം പോവാം, ഇടയ്ക്കൊക്കെ പോവാറുണ്ട്. ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ഡാമിൻ്റെ തോട് വെള്ളം ഒഴുകുന്നതാണ്, കുഞ്ഞു തോട്. ഇപ്പം വെള്ളം കുറവാണ്, പക്ഷെ മഴ പെയ്ത് നല്ലോണം വെള്ളമൊക്കെ ഉണ്ടാവും. അങ്ങനെ അവരെ കൊണ്ടാക്കി ഞാൻ തിരിച്ച് പോന്നിട്ട് ശർക്കര ചിരണ്ടാണ്. എന്നിട്ട് തിരിച്ച് വരുമ്പോഴേക്കും ചായയും വെച്ച് 1.5 മണിക്കൂറുള്ളൂ ട്യൂഷൻ. 1.5 മണിക്കൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ 1 മണിക്കൂർ ഉണ്ടാവുള്ളൂ. 1/2 മണിക്കൂർ അങ്ങോട്ടും ഇങ്ങോട്ടും പോക്കും ഇവരുടെ കളി ഇതൊക്കെ ആയിരിക്കും. ശർക്കര ചിരണ്ടി കൈ കഴിച്ച് ഞാൻ വീഡിയോ ഓഫ് ചെയ്തിട്ട് ലാസ്റ്റ് ശർക്കര മുഴുവൻ ചിരണ്ടിയത്. കാരണം അത് ആവണമില്ല, ഫ്രിഡ്ജിൽ ഇരുന്നിട്ട് ഭയങ്കര കട്ടിയാവുകയും ചെയ്തു. ഞാൻ മടുത്തു ശർക്കര ചിരണ്ടിയിട്ട്. കാരണം ഇത് എന്തായാലും തുടങ്ങിയില്ല, ഇപ്പോൾ കഴിക്കാണ്ട് ഒരു രക്ഷയില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട്. അവസാനം ഉണ്ട പിടിക്കാൻ തുടങ്ങി. ഫസ്റ്റത്തെ ഉണ്ട ചീറ്റിപ്പോയി, അത് പരന്നു പോയി. ഒരിക്കലും ഉണ്ട പിടിച്ചാൽ റെഡി ആവാറില്ല. എന്നിട്ട് ഇപ്പം ഉണ്ട പിടിച്ച് ഒരു ഉണ്ട ബോള് പോലെ കിട്ടി. ഞാൻ അതിൻ്റെ സന്തോഷത്തിൽ വേഗം അതുകൊണ്ടുപോയി
ഇഡ്ഡലി ചെമ്പ് വെച്ചിട്ടുണ്ടായിരുന്നു, അതിനകത്ത് കൊണ്ട് വെച്ചിട്ട് അടുത്ത് ഉണ്ടയൊക്കെ പിടിച്ച് പിന്നെ ഫുള്ള് അങ്ങോട്ട് ഉണ്ട പിടിക്കലായി. സെറ്റ് കിട്ടിയല്ലോ, നമുക്ക് ഇങ്ങനെയാണെന്നുള്ളത് കിട്ടിയല്ലോ. സാധാരണ ഇതൊക്കെ ഉണ്ടാക്കിയാൽ ചീറ്റി പോവാറാ പതിവ്, കാരണം ശരിയാവാറില്ല. ഞാൻ കുക്കിങ്ങൊക്കെ പഠിച്ച് വരുന്നുള്ളൂ, അമ്മയാണ് ചെയ്യാറ്. ഞാൻ ഇങ്ങനെ അരിഞ്ഞു കൊടുക്കുക കാര്യങ്ങൾ അങ്ങനെയൊക്കെ ചെയ്യാം. അങ്ങനെ തേൻ്റെ ഉണ്ടകൾ ഇരിക്കുന്നുണ്ടോ, ഫസ്റ്റ് ചീറ്റിപ്പോയ പരന്നുപോയ സാധനം ഏറ്റവും അടിയിൽ വെച്ച് അടച്ച് വെച്ച് അത് കഴിഞ്ഞ് ചായയൊക്കെ ഉണ്ടാക്കി ഞാൻ ആദ്യം കഴിച്ച്, കാരണം അമ്മ അവിടെ ഇല്ല, വന്നിട്ടില്ല, അവർ ട്യൂഷനും പോയി. അവർക്കുള്ള അവിടെ വെച്ചിട്ട് ഞാൻ ചായ കുടിച്ച്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ. ഓക്കെ, ബൈ ബൈ, നാളെ കാണാം.